കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും നമ്മുടെ കേസുകൾ നീണ്ടു പോകാനായിട്ടുള്ളൊരു സാഹചര്യം, കോടതിയിൽ നിന്നും അയക്കുന്ന സമൻസുകൾ എതിർഭാഗത്തിന് കിട്ടിയിട്ടില്ല എന്ന് കള്ളം പറയുകയോ അല്ലെങ്കിൽ അവർ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും കേസുകൾ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുവാനായിട്ട് പുതിയതായിട്ട് ഒരു മെത്തേഡ് വന്നിട്ടുണ്ട്. ആ മെത്തേഡിനെ പറയുന്ന പേരാണിത് ഈ സമൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ സമൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ്: സമൂഹ മാധ്യമങ്ങളായ വാട്സാപ്പ്, ടെലഗ്രാം, ഇമെയിൽ എന്നിവ വഴി സമൻസ് അയക്കുവാനായിട്ടുള്ള അനുമതി ആയിട്ടുണ്ട്. കേരള പ്രൊസീജിയർ ഫോർ സർവീസ് ഓഫ് സമൻസ് റൂൾസ് 2025 എന്ന നിയമം വഴിയാണ് ഇത് സാധ്യമായിട്ടുള്ളത്. ആധാർ കാർഡ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്കാണ് സമൻസ് വരിക. സാധാരണ ഫോൺ ഉപയോഗിക്കാത്തവർക്ക് സാധാരണ രീതിയിൽ വീട്ടിൽ തന്നെ സമൻസ് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ സമൻസ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിട്ടും അവർ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും മെസ്സഞ്ചർ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നേരിട്ട് സമൻസ് എതിർഭാഗത്തിന് കൈമാറുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.